ഹായ് ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മാട്ടാ. എന്ത് ഗുഡ് മോർണിംഗ് തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പോലെയാണ് അപ്പോൾ അല്ലേ? അയ്യോ അയ്യോ ഒരു കരുണയും കാണിക്കില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് മഴ അല്ലേ? വേണ്ടാന്ന് പറയണടുത്ത് മഴ ഒഴുകുകയാണ്, വേണ്ടാന്ന് വേണമെന്ന് പറയണടുത്ത് മഴ പെയ്യുന്നു ഇല്ല. എന്താ ഇന്നത്തെ പരിപാടികൾ? ഇന്നത്തെ പരിപാടി മുരിങ്ങക്കായും കൊണ്ടൊരു എന്താ പറയാ, ഒരു സെമി ഗ്രേവി ആയിട്ട് ഇങ്ങനെ വെക്കില്ലേ, കുറച്ചിങ്ങനെ ഒരു തക്കാളി കൊണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു കറിയാണ്. കറിയല്ല, പേരിയല്ല, കറിയല്ല, അങ്ങനെ. അതിനെന്താ പേര് പറയണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അധികം സാധനങ്ങളൊന്നും വേണ്ട. പിന്നെ വെളുത്തുള്ളി, ഉള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ കറിവേപ്പില, കടുക്, പിന്നെ നല്ല ജീരകം. ഇത്രയാണ് വേണ്ടത്. ഇത്ര ഐറ്റം കൂടെ മാത്രം മതി. സിമ്പിൾ ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു കുക്കിംഗ് അല്ലേ? ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ആട്ടിക്കൊണ്ടൊക്കെ വെളിച്ചെണ്ണ. അപ്പൊ ഞാനിതിൽ കുറച്ച് ആക്കി എടുത്തതാണ് പെട്ടെന്ന്. കുപ്പിയിലാക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പൊ അതിൽ കുറച്ച് ഞങ്ങൾ എടുത്ത് വെച്ചു. അപ്പോ നമ്മുടെ നല്ല വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ചൂടാവട്ടെ. അപ്പോൾ ഇന്ന് പൊതുവേ നമുക്കൊരു മൂടില്ലാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ ദുബായിൽ വെള്ളപ്പൊക്കാന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നമ്മൾ കാണിച്ചില്ല. അപ്പോൾ എന്തായെന്ന് പറഞ്ഞാൽ ടി വിയിൽ ഈ ന്യൂസ് നമ്മൾ ഇടാത്തത് കൊണ്ട് അമ്മ അതെന്താ ഒരു ന്യൂസൊന്നും ഇടാത്തത്, അവർ പറയില്ല, അവർക്ക് ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ മകനോ മരുമകളോ ഒന്നും വിളിച്ചിട്ട് അവിടെ ദുബായിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയില്ല. അപ്പോൾ നമ്മുടെ അമ്മ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സമയമൊക്കെ നോക്കിയിട്ടാണ് ന്യൂസ് ഇടുക, അല്ലെങ്കിൽ മൊബൈലിൽ കാണും. അമ്മ അതൊന്നും കണ്ടില്ല. അമ്മ ഇന്നലെ ന്യൂസ് ഇട്ടപ്പോൾ അമ്മ നേരെ കാണുന്നത് ദുബായിൽ വെള്ളപ്പൊക്കം. യൂട്യൂബ് എന്താ കണ്ടപ്പോൾ അതിലും കണ്ടു അല്ലേ? അപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിയാണോ നുണയാണോ എന്നാണ് ന്യൂസ് കാണുന്നത് അല്ലേ? അപ്പോൾ ഇത് ശരിയാണോ നുണയാണോ നമുക്കറിയില്ല. യൂട്യൂബിൽ വന്നാണ് എന്താണാവോ അറിയില്ല എന്നിട്ടാണ് ന്യൂസ് ചാനലിട്ട് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അല്ലമ്മ. അപ്പോൾ അമ്മക്ക് ആകെയുള്ള മൂട് മുഴുവൻ പോയി. പിന്നെ വെളുത്തുള്ളി, അതിനൊപ്പം തന്നെ ഇതിപ്പോ ആരും കൂട്ടിട്ട് അവിടെ ഞാൻ മാത്രം കൂട്ടണം. അപ്പൊ തക്കാളി അതൊന്നും അമ്മ നോക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോ. കാരണം എന്താ അറിയോ, അത് നിങ്ങൾ കൂട്ടില്ലല്ലോ, പിന്നെ ഞാൻ മാത്രം ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കും. ഈ പച്ചമുളക് അമ്മ യഥാർത്ഥത്തിൽ ഈ ഒരു ചൂടത്ത് സത്യം പറഞ്ഞ വെച്ചെന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒന്നും അടുപ്പിൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയത്. അല്ല, ഇഡ്ഡലി ദോശയൊക്കെ എങ്ങനെയൊക്കെ കഴിക്കുക, ബാക്കിയുള്ളൊരു സംഭവം നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. നമുക്ക് ഇഡ്ഡലി മാത്രമാണ് ഇപ്പോൾ, അധികം ഇഡ്ഡലിയാണ് ഇപ്പോൾ. ദോശയൊന്നും ഉണ്ടാക്കണേ. അപ്പോൾ പൊതുവേ നമ്മുടെയൊക്കെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ജീവിക്കുന്നതിൻ്റെ മാത്രമല്ല, ഇപ്പോൾ അപ്പുറത്തെ സംസ്ഥാനമാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ചൂടൊന്നും സഹിക്കാൻ പറ്റാണ്ട് മനുഷ്യനൊക്കെ വല്ലാത്തൊരു ദുരാവസ്ഥയിൽ ചെന്ന് എത്തിക്കഴിഞ്ഞു. അങ്ങനെ 1-2 മഴ ഇവിടെ പെയ്യട്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഴ വേണ്ടാത്ത സ്ഥലത്ത് മഴ പെയ്തിട്ട് അവിടെ മഴയും കൊണ്ട് പിന്നെ മുളക് പൊടി കുറച്ച് മതി. നമുക്ക് ഒരു ചെറിയ എരിവ് മതി. അപ്പം നമ്മൾ എത്ര മുരിങ്ങക്കായ എടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും വേണ്ട. പിന്നെ ഈ മുരിങ്ങക്കായ ഞാൻ നല്ല വലിപ്പമുള്ളതായിരുന്നു. അപ്പം 2 പ്രാവശ്യം പൊളിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് കണ്ടറിയാം, നല്ല വലിപ്പമുള്ള വണ്ണം കുറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടാം. പക്ഷെ ഇത് നല്ല വണ്ണമായിരുന്നു. അപ്പം അതിൽ ഉപ്പൊക്കെ പിടിക്കണ്ടേ, അപ്പം ഉപ്പ് വണ്ണം കുറഞ്ഞാണെങ്കിൽ വെറുതെ പീസാക്കി ഇട്ടാൽ മതി അല്ലേ? നടുമുറിക്കേണ്ട ആവശ്യമില്ല. മൂത്തിട്ടില്ല, പക്ഷെ വണ്ണം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ഇടുമ്പോൾ അതിൽ മുളകും ഒന്നും പിടിക്കില്ലെങ്കിൽ ഞാൻ കണ്ടു
ഭാഗമാക്കിയിട്ട് ഇങ്ങനെ ഇട്ടതാണ്. വണ്ണം കുറഞ്ഞതാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഇത് ഉണ്ടാക്കണൊക്കെ കാണുമ്പോൾ എനിക്ക് ഇത്തിരി കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് അത് കഴിക്കാൻ തോന്നണ്ടേ? തോന്നും തീർച്ചയായിട്ടും തോന്നും. അത് അമ്മ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുമ്മ. വിളമ്പി തരുമ്പോൾ അങ്ങനെ തോന്നില്ല. നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാണുമ്പോൾ പക്ഷെ എങ്ങനെയുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കില്ലേ നമ്മൾ, ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാണ്ട്. അതാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്നത്. അതൊരു ഒരുപാട് എരിവും മസാലയും കല്ലിക്കണ്ട മസാല ഒന്നും ഇടാണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് കറികളൊക്കെ എന്താ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾ അല്ലേ? അത് നമുക്ക് കഴിക്കാൻ ഇപ്പൊ കഴിക്കാൻ തോന്നുന്നത് അതാണ്. ഒന്ന് ഇപ്പൊ കഴിക്കാൻ തോന്നുന്നത് അതാണ്. രണ്ടാമത്തത് വീട്ടിലിരിക്കുന്ന അമ്മമാര് പാവം എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടാക്കിയ ഇത് വേവട്ടെ, ഉപ്പൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വെന്താ മാത്രം. അല്ല, ഈ പാചകം വയ്ക്കുമ്പോൾ ഇങ്ങനെ എളുപ്പമുള്ള വല്ല കറികളൊക്കെ ആണെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് അതിന് കഴിക്കുക. പിന്നെ എന്ത് ഫുഡിനെ ഇപ്പം ഞാനൊന്നും അത് പോരാ ഇത് പോരാന്നൊന്നും പറയുന്നില്ല കേട്ടമ്മ. മിക്കവാറും ഈ ചൂടൊക്കെ അനുഭവിക്കാൻ ഒരു മക്കളോ അമ്മേനോടോ അല്ലെങ്കിൽ പച്ചമുളക് ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് ഇത്തിരി തൈര് ശരിയാക്കി പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. മതി, ധാരാളം. ഇത് അച്ഛൻ തൊടുകയില്ല. ഇതിന്റെ ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പും മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും കൂടി പരിപ്പ് കുറച്ച് പരിപ്പിട്ടിട്ട് നമ്മുടെ വേറൊരു പരിപ്പില്ലേ, എന്താ പറയാ, മസൂർ ദാൽ ചോന്നിട്ട് ചുവന്നൊരു പരിപ്പുണ്ട്, മസൂർ ദാൽ ഇവിടെ ഉണ്ടത്. അപ്പൊ ആ പരിപ്പും മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ടിട്ടുള്ള കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കത് വേണം. അപ്പൊ അച്ഛൻ അത് കൊണ്ടുതരുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ മുരിങ്ങക്കായുടെ മണേ അച്ഛന് ഇഷ്ടമല്ല. നിന്റെ അച്ഛന്റെ കാര്യം പറയണേ, എന്റെ അച്ഛനൊന്നും നീ എന്താ എന്റെ അച്ഛൻ്റെ വിചാരിച്ചു പറയണ്ടേ. അപ്പൊ അത് ഇഷ്ടമല്ല. അപ്പൊ എന്ത് കറി വെക്കുമ്പോഴും അച്ഛന് വേറൊരു കറി വെക്കണം. അല്ല പരിപ്പോ തക്കാളി എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ചെറിയ കറി വെച്ച് വെക്കണം. അപ്പോ ഞാൻ എന്റെ കൂട്ടുകാരി ഒരു ദിവസം ഇങ്ങനെ അടുത്ത് ഉള്ളതാണേ. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ഉള്ളപ്പോട്ടോ, നമ്മള് ചിക്മംഗ്ലൂരുള്ളപ്പോ, അപ്പൊ അവിടെ വന്നിട്ട് എന്തിനപ്പോ ഈ കറിയൊക്കെ വെക്കുമ്പോ നീ വേറൊരു കറി കുക്കറിൽ ഞാൻ പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് വെക്കാൻ നോക്കുമ്പോ ഇതും കറിയല്ലേ അതും കറിയല്ലേ, പിന്നെ എന്തിനൊക്കെ നീ അത് വെക്കണേന്ന് ചോദിച്ചു. അവ പറഞ്ഞു ആള് കൂട്ടില്ല, അതാണ്. ഇത് മുരിങ്ങക്കായോ? മുരിങ്ങക്കായ കൂട്ടാത്ത ആൾക്കാർ കുറവാണല്ലോ, എന്താന്നറിയില്ല, മുരിങ്ങക്കായ കിട്ടാത്ത കറി കൂട്ടില്ല. അപ്പൊ അവളൊരു സൂത്രം പറഞ്ഞു, നീ 2 കറി വെക്കണം, നിനക്ക് നല്ല ബുദ്ധിയില്ലേ. മുരിങ്ങക്കായ മുരിങ്ങക്കായ കണ്ടാ പിന്നെ അയ്യേ എനിക്ക് ആ കറി വേണ്ടെന്ന് പറയും, തൊട്ടു നോക്കില്ല എന്ന് പറഞ്ഞു. എടി പൊട്ടി, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞാ, നീ മുരിങ്ങക്കായ ഒക്കെ ഇട്ടിട്ട് കറി വെച്ചോ, എന്നിട്ട് ഈ മുരിങ്ങക്കായ മാറ്റിയിട്ട് അതിന്റെ കറി മാത്രം എടുത്തു. മുരിങ്ങക്കായ കണ്ടാലാണ് ആൾക്കാർ തോന്നല ആ ഫീലിങ്, ഇതിന് മുരിങ്ങക്കായ ഇട്ടിട്ടുണ്ട്, എനിക്കിത് കൂട്ടണ്ട, അതിന്റെ മണം ഉണ്ട് എന്നൊക്കെ തോന്നുക. നീ ഒരു കറി സാമ്പാർ വെക്കില്ലേ, അതിന് മുരിങ്ങക്കായ മാറ്റിയിട്ട് അതിന്റെ കറി മാത്രം എടുത്ത് കൊടുക്ക്. തക്കാളിയൊക്കെ ഉണ്ടാവില്ലേ, ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാവില്ലേ, അത് എടുത്തിട്ട് ഈ മുരിങ്ങക്കായയുടെ കഷ്ണം കാണിക്കേ വേണ്ട, ഒരു പാത്രത്തിൽ എടുത്തിട്ട് കൊടുക്കുക. അയ്യോ ശരിയാണ് കേട്ടോ, അത് കൂട്ടില്ല. ശരിയായില്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ഓരിഷ്ടം തന്നെ, നീ പറഞ്ഞ് അത് കൊടുത്തു ഒന്നൊരു ദിവസം പോട്ടെ. അപ്പൊ ഞാൻ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടോ. എടുത്തു വെച്ചിട്ട് അന്ന് കൊടുത്തപ്പോ ഒരു ചോദ്യമില്ല, ഒന്നുമില്ലാണ്ട് നന്നായി കഴിച്ചു. മോരൊക്കെ ഒഴിച്ച് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട്, സാമ്പാർ എങ്ങനെയുണ്ട് പറഞ്ഞിട്ടാ, നന്നായിട്ടുണ്ട്, എന്താ പ്രത്യേകിച്ച് കഴിക്കാം, നന്നായിട്ടുണ്ട്. നന്നായിണ്ടോ? വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല? ഒന്നുമില്ല, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിനി പിന്നെ എല്ലാ പ്രാവശ്യം മുരിങ്ങക്കായ ഉണ്ടെന്ന് അങ്ങനെ ചെയ്യാം. അച്ഛന് ഇതേവരാന്നറിയില്ല. ഇപ്പൊ മുരിങ്ങക്കായ കഴിക്കും. ഇപ്പൊ മുരിങ്ങക്കായ കഴിക്കില്ല, പക്ഷെ മുരിങ്ങക്കായ ഇഷ്ട കൂട്ടാനാണെങ്കിൽ അതിന്റെ കഷ്ണം മാറ്റിയിട്ട് കൊടുക്കും. അതിപ്പോ അച്ഛനറിയാം ഞാൻ അങ്ങനെ ആദ്യം ചെയ്തിട്ടുണ്ട്. അത് കാരണം അന്നത്തെ കറിയല്ലേ, അന്ന് ഭയങ്കര ദേഷ്യാണ് മുരിങ്ങക്കായത്തെ കറി എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രത്യേകിച്ച് എല്ലാവർക്കും മുരിങ്ങക്കായ ഇഷ്ടമാണ്, അച്ഛന് മാത്രമല്ല. അപ്പോൾ മുരിങ്ങക്കായുടെ കഥ അങ്ങനെ. ഇന്നലെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു കഥ ഞാൻ പറഞ്ഞു കൊടുക്കാം. മുരിങ്ങക്കായുടെ പഴയ കഥയല്ലേ അമ്മ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ നടന്നൊരു കഥ. അപ്പോൾ ഞാനും അച്ഛനോട് എന്ത് ചെയ്യണു, ഈ ടി വിയിലും മൊബൈലിലൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. അമ്മ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണലത്തിൽ കുറവാണല്ലോ. പിന്നെ ന്യൂസ് എപ്പോഴും ഇടുമ്പോൾ അമ്മ കേൾക്കുമല്ലോ.
അപ്പോൾ അമ്മ കാണേണ്ട ന്യൂസ് പറഞ്ഞിട്ട് ദുബായിലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ മകനും മരുമകളും അവിടെ ആണല്ലോ. അപ്പോൾ അമ്മ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, അമ്മ കുളിക്കാൻ പോണ സമയത്ത് അല്ലെങ്കിൽ അമ്മ വേറെ എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ ഇതെന്തായി, ഇന്നലെ അമ്മ ചോദിക്കുക, അതെ നിങ്ങളെന്താ ഈ അച്ഛനെന്താ എപ്പോഴും ന്യൂസ് ഇടുന്ന ആൾ ഇപ്പോൾ ന്യൂസൊന്നും ഇടുന്നില്ലല്ലോ, എന്താ കാരണം എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ന്യൂസ് ചാനലിട്ട് അങ്ങോട്ട് നോക്കി. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ചിലതൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ന്യൂസ് വെച്ച് നോക്കിയപ്പോൾ കാണുന്നത് എന്താ, വെള്ളപ്പൊക്കം കാര്യങ്ങൾ അത് ഇത് കാറുകളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകണം അങ്ങനെ പലതൊക്കെ കണ്ടപ്പോൾ അമ്മ അങ്ങോട്ട് പേടിച്ചു. അപ്പോൾ പറഞ്ഞു എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ല, അമ്മ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ല. പറഞ്ഞാൽ അമ്മ കേൾക്കുന്നില്ല. അമ്മ അപ്പൊക്കപ്പം വിളി കഴിഞ്ഞ് മെസ്സേജ് കഴിഞ്ഞ് എല്ലാം ആയി, ഇന്നലെ ഭക്ഷണമില്ല ഒന്നുമില്ല, തളർന്ന് തരപ്പണായിട്ട് അമ്മ കടന്നു ഇല്ലേ, സത്യമല്ലേ? അപ്പോൾ അതിൻ്റെ ക്ഷീണം ഒരു അല്പമൊക്കെ ഒന്ന് കാണാനുണ്ട്. അവിടെ ഒന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ഞങ്ങളുടെ വണ്ടി നിർത്തിയത് 3-ാം നിലയിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ഒന്നും ആയിട്ടില്ല, താഴത്തെ നിലയിലെ വണ്ടിയൊക്കെ മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു, ഒഴുകിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ എനിക്ക് ഇന്നലെ അവർ പറയുന്നത് മുഴുവൻ സത്യമാണോ അങ്ങനൊരു ഇത് തോന്നല്. അല്ല അവര് എന്തുണ്ടെങ്കിലും അമ്മേനെ വിളിക്കില്ലല്ലോ ടെൻഷൻ അടിക്കും പറഞ്ഞിട്ട്. ഇപ്പം ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ച പോലെ തന്നെ അവരും ഇത് ഒളിപ്പിച്ച് വെച്ചു. അപ്പോൾ മൊത്തത്തിൽ എന്തായെന്ന് പറഞ്ഞാൽ ഇന്നലെ ഭക്ഷണം വേണ്ടാവുന്നവർ കടന്ന് ഭക്ഷണം വേണ്ടാവുന്ന നമ്മൾ നിർബന്ധിക്കാൻ പറ്റില്ല അമ്മേനെ. അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുമ്പോൾ പറഞ്ഞാൽ അതും കഴിച്ചില്ല. പിന്നെ ചീത്തയൊക്കെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇത്തിരി കലക്കി വെച്ച ജ്യൂസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത്തിരി കുടിക്കാൻ തന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ടെൻഷൻ അടിച്ചിരുന്നു. ഇന്നാണിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ ശരിക്കും കേട്ടപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് അല്ലേ. അതുവരെ ടെൻഷൻ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു എത്രയോ ശതമാനം ആൾക്കാർ, 50 അതിന് കൂടുതൽ ശതമാനം ആൾക്കാർ ജീവിക്കുന്നത് അവിടെയാണ്. പിന്നെ അവർ ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോ മലയാളികൾ അവിടെ ജീവിക്കണം നമ്മുടെ നാടിനെ നന്നാക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിനെ നന്നാക്കാൻ വേണ്ടി, ഓരോ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളപ്പോൾ നമുക്കത് ഒരുപാട് ദുഃഖം തന്നെയാണ്. ചെറിയൊരു വാർത്ത കേട്ടാലും ഇത്ര മഴ കൂടുതലായി എന്ന് പറഞ്ഞാൽ, ഇത്ര വെള്ളപ്പൊക്കം വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയൊരു സ്ഥലമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി വരാൻ പറ്റുന്നൊരു സ്ഥലമല്ല അവർക്ക്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ കേരളം മൊത്തം നമ്മളായിരിക്കില്ല, കേരളം എന്നല്ല ഇന്ത്യയിൽ പല നിൽക്കുന്ന ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദുബായ് എന്നൊക്കെ പറയണത്. കാരണം അവിടേക്കാണല്ലോ നമ്മളത് ജീവിക്കാൻ വേണ്ടിയൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയേണ്ട ഒരു സ്ഥലമാണല്ലോ ദുബായ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഒരുപാട് അമ്മമാർ ഭാര്യമാരൊക്കെ അമ്മേനെ പോലെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന്ന് റിലാക്സ് കിട്ടുമ്പോൾ സമാധാനമായോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തോ വലുത് സംഭവിക്കേണ്ടതായിരുന്നു, അത് ചെറിയ രീതിയിൽ പോയി. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് പണ്ട് അത്രയും വലിയ മഴ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്, വെള്ളം ഇങ്ങനെ കയറിയത് അതൊക്കെ ഇപ്പോൾ വീണ്ടും ഉണ്ടായെന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ എന്തായാലും അമ്മയ്ക്കായാലും ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും സഹോദരന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ഒരുപാട് ടെൻഷനായി പോയി. എന്താ പറഞ്ഞാൽ അവരെ സത്യം എന്ന് പറയില്ല മക്കളെ. അങ്ങനെ പറയരുത്. സത്യം പറഞ്ഞ എല്ലാ കാര്യത്തിലും അല്ല ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യമൊക്കെ അവർ ചിലപ്പോൾ വെറുതെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ദൂരല്ലേ, നമുക്ക് ഇതാ അങ്ങോട്ട് പോയി എന്താണ് അറിഞ്ഞു വരാനുള്ള സ്ഥലമല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പോ അത് എല്ലാ വീട്ടില് അവിടെ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിലുള്ള എല്ലാവരും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, ഞാൻ മാത്രം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഇങ്ങനെ അമ്മേൻ്റെ അടുത്ത് കുസൃതി ചോദ്യങ്ങളൊന്നും ചോദിക്കാണ്ടിരിക്കാൻ കാരണം എന്താ അറിയോ, ഇടികൊള്ളം വയ്യ പറഞ്ഞിട്ടാണ്. കാരണം എന്താ പറഞ്ഞാൽ അമ്മ ഒന്നാമത് ആ റിലാക്സിൽ നിന്ന് മാറിയിട്ടാണുള്ളൂ. അപ്പം തന്നെ ഞാൻ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ശരിയാവോ? അല്ല ശരിയാവോ? ആവില്ല. അപ്പോൾ ആ ടെൻഷൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, പക്ഷെ എങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ലല്ലോ. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് മിണ്ടാണ്ടിരുന്നു. ഈ കാണുന്ന ആളൊന്നും ആയിരിക്കില്ല പിന്നെ ആകെ വിഷമത്തിലിരിക്കുമ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞൊരു പോക്കുണ്ട് അല്ലമ്മ. അപ്പോൾ സങ്കടമൊക്കെ മാറിയല്ലോ, അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം വെള്ളമൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. ചില ഭാഗങ്ങൾ എവിടെയോ കുറച്ച് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ അവർക്കും. അപ്പോൾ മൊത്തത്തിൽ കേരളം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കും ചെറിയൊരു ന്യൂസ് വന്നാൽ പോലും. കാരണം എത്ര ശതമാനം ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അവരെല്ലാം ജീവിക്കുന്നത് അവരുടെ ഭാര്യമാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അച്ഛനമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ വിദേശ മലയാളികൾ എന്ന് പറയുമ്പോൾ. അവരൊരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ഓണത്തിനോ വിഷുവിനോ ഒക്കെ വന്നു കൂടുന്ന ഒരാൾക്കാരാണ്. എന്നോ അച്ഛനമ്മയുടെ ഒപ്പോ കുടുംബത്തിനൊപ്പം ഒന്നും അവർക്ക് കഴിയാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ കുടുംബത്തിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഗൾഫ് രാജ്യത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ സ്വന്തം ജീവിതം രചിച്ചൊരു രാജ്യമാണത്. ഇത്രേ ഉള്ളൂ നല്ല ഇങ്ങനെ നമ്മുടെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ പരത്തി കഴിച്ച് മുരിങ്ങക്കായ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല ഒരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങക്കായ. മിക്കവാറും ആൾക്കാർക്ക് ഓഫ് ചെയ്യാണ് ഞാൻ. മുരിങ്ങക്കായ മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ എളുപ്പത്തിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നു. അതേപോലെ വീട്ടിൽ ഇത്രയും വേർപ്പ് ഇപ്പം എൻ്റെ അമ്മേനെ കണ്ടാലേ അറിയാം. ഇന്നലെ ഇന്നൊക്കെ കാണുമ്പോൾ അറിയാം
എങ്ങനെയാണ് നിൽക്കണമെന്നുള്ള ഇത്രയും വേർപ്പൊക്കെ ഒഴിച്ച് ഈ വീട്ടമ്മമാർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചോളൂ എന്നെ പോലെ. പിന്നെ ഞാനിപ്പോ ഇത് ഇങ്ങനെ വരുന്നത് നിങ്ങളെ കാണാൻ കൂടിയാണ്. എന്താ അറിയോ, നിങ്ങൾക്ക് എന്നെയും കാണണം, എനിക്ക് നിങ്ങളുടെ മെസ്സേജും എന്നെ കണ്ടിട്ടല്ലേ നിങ്ങള്. അപ്പൊ അതൊക്കെ വേണ്ടിയിട്ടാണ്. എന്താ പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടൊന്നും അല്ല. പിന്നെ ഈ പുറത്തൊക്കെ പോയി കുറച്ച് ഈ ചൂടത്ത് എവിടെ പോയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. നമ്മള് സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി കെട്ടിയൊക്കെ പോയി അവിടെ നിൽക്കുമ്പോഴും ഇതേ അവസ്ഥ. അവിടുന്ന് വേർത്ത് കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നേക്കാൾ എത്ര നല്ലതാണ്. യാത്രയൊക്കെ ചെയ്ത് വെയിലത്തൊക്കെ നിന്ന് അതിനേക്കാളും നല്ലത് അവനെ നമ്മൾ എന്താ വീട്ടിലുണ്ടാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് ഇത്തിരി നേരം കാണിച്ചു തരാം. എന്തായാലും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ, കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും എന്തായാലും പുറത്തുനിന്നൊന്നും മേടിച്ച് എന്നും കഴിക്കാനൊന്നും താല്പര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചിന് കഴിക്കുന്നല്ലാണ്ട് എന്നും മേടിച്ച് നമുക്ക് ഹോട്ടലിലൊക്കെ കഴിച്ചാൽ അത് ഒരിക്കലും ശരിയാവില്ല. 2 ദിവസം ഒരു ദിവസം 3 നേരം ചിലപ്പോൾ ഇവൻ എനിക്ക് വയ്യാത്തപ്പോഴും കൊണ്ടു തന്നാൽ തന്നെ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. ഒരു നേരമൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാം, എന്നും കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ അടുക്കളയിൽ നിൽക്കുക തന്നെ വേണ്ടേ. അപ്പം പിന്നെ അതിൻ്റെ കൂടെ നിങ്ങളെ കാണുമ്പോൾ ചെയ്യാം. അപ്പം പിന്നെ ഞാൻ ഈ സമയത്ത് എനിക്ക് ഒന്നാമത് ഇവിടെ തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ പുറത്ത് എന്തായിരിക്കും അല്ലെ, ചൂടാണെങ്കിലും നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടൊന്ന് മുഖമൊക്കെ കഴുകി മേലൊക്കെ കഴുകി ഒരാശ്വാസം കിട്ടും. പുറത്ത് പോയാൽ ആകെ പുറത്ത് പോകുമ്പോൾ എന്തായാലും സാരി കൊടുക്കും. ആ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇറുകിയ ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് നിന്നിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും മതിയാവും. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ തന്നെ നിൽക്കാൻ. ഇപ്പൊ ഇന്നലെ അമ്മ ഫോൺ വിളിക്കും, അല്ല അമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തോന്നിയിരുന്നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഇങ്ങനെ ന്യൂസ് വരും, നമ്മൾ അതും കൊണ്ട് ടെൻഷൻ അടിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതേപോലെ ഈ ഫോൺ വിളിച്ച് അവന് കിട്ടുന്ന വരെ അമ്മയ്ക്ക് വല്ല മനസ്സമാധാനം ഉണ്ടായിരുന്നോ? ഞാൻ പേടിച്ചു പോയി, വല്ല നെഞ്ഞു വരും വല്ല കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചില്ലേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് കാരണന്മാർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ ജീവിക്കുന്ന പ്രസൻസ് ഇല്ലേ ഇപ്പോൾ ഈ നിമിഷം എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം അടിച്ച് പൊളിച്ച് ആസ്വദിക്കണം. കാരണം നാളെ ദുഃഖമാണോ സന്തോഷമാണോ നമുക്ക് വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ദുബായിലൊരു വെള്ളപ്പൊക്കമാണ്, നിസ്സാര ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഉണ്ടായെന്നുള്ളത് അറിഞ്ഞത് കൊണ്ടല്ലേ നമുക്ക് പെട്ടെന്ന് ടെൻഷനായത്. ഇത് നേരത്തെ കൂട്ടി അമ്മ അറിയണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് പോയിട്ട് ഉച്ചയ്ക്ക് പോയിട്ട് ഒന്ന് മയങ്ങായിരിക്കുന്ന സമയത്ത് ന്യൂസ് ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ ഇതാ എങ്ങനെയാണെന്ന് മനസ്സിലായപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം നാളെ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഇന്നലെകൾ കഴിഞ്ഞു പോയി, അത് നമ്മുടെ പഴയ ഡയറി പോലെയാണ്. ഇന്നലെ എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ച നമ്മുടെ ജീവിതം തന്നെ നമ്മൾ തന്നെ രചിച്ചു വെച്ച പഴയ ഡയറിയാണ്. അത് കഴിഞ്ഞു പോയി. നാളെ എന്ന് വരാനുള്ളത് വരാൻ പോകുന്ന സംഭവങ്ങളാണ്. ഈ ദൈവം എന്ന് പറയുന്നത് വല്ലാത്തൊരു സസ്പെൻസ് ത്രില്ലറാണ്. കാരണം മൂപ്പർ ഏത് കഥ എങ്ങനെ രചിച്ചിട്ടുണ്ട്, എപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ട്, എപ്പോൾ എന്ത് നല്ലത് വരും, നാളെ ചിലപ്പോൾ ലോട്ടറി അടിക്കുമെന്നും പറയാൻ പറ്റില്ല, നാളെ ചിലപ്പോൾ ദുഃഖമായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സാഹചര്യം എന്തായിരിക്കും നാളത്തെ കാര്യം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവം തന്നിട്ടുള്ള ഇന്നത്തെ പ്രസൻസ് ഇല്ലേ, അത് നല്ല പ്ലസൻ്റായിട്ട് അടിച്ചു പൊളിച്ചങ്ങോട്ട് കഴിയുക. അതാണ് യഥാർത്ഥ ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാരും ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്ക്, നമ്മൾ ക്ഷണിച്ച് വരുത്തിയതാണോ ചെറിയൊരു ദുഃഖത്തെ? അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, 2 മക്കൾ അവിടെ ഉണ്ട്, എന്തായിരിക്കും അവരുടെ അവസ്ഥ വന്നത്? അച്ഛനോ അമ്മയും ഞാനൊക്കെ ടെൻഷൻ അടിച്ചില്ലേ? അതെന്തുകൊണ്ട് ടെൻഷൻ അടിച്ചു? ഇങ്ങനെ വരാൻ പോണ ഒരു ന്യൂസ് നമുക്ക് നേരത്തെ കൂട്ടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു ടി വി ഉള്ളത് കൊണ്ടോ ചാനലുള്ളത് കൊണ്ടോ യൂട്യൂബിലുള്ളത് കൊണ്ടോ നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവുണ്ടായിരുന്നോ? അപ്പോൾ നാളെ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചും കളിച്ചിരിക്കണ്ടായിരുന്നോ? അപ്പോൾ ഈ ചിരിച്ചും കളിച്ചിരിക്കാനുള്ളൊരു സമയമുണ്ടല്ലോ, നമ്മൾ നല്ല പ്ലസൻ്റായിട്ട് സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് ആസ്വദിച്ച്, ചൂടായാലും തണുപ്പായാലും പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് സന്തോഷം ആ ഒരു ദിവസം കഴിയുന്നതുണ്ടല്ലോ, അത് മാത്രമാണ് നമുക്ക് സ്വന്തം. നാളെ നമുക്ക് സ്വന്തമല്ല. ഇന്നലെകൾ നമ്മൾ അനുഭവിച്ച് വിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെകൾ അത് കഴിഞ്ഞു പോയി. ഇപ്പോൾ പഴയ വസ്ത്രം മുഷിഞ്ഞ് കൊണ്ടുപോയി അവിടെ കഴുകാട്ട പോലെയായി. നാളെ എന്ന് പറയണത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ലതായിരിക്കാം, പൊട്ടയായിരിക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല എഴുത്തുകാരനാണ് അവിടെ മുകളിലിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ സ്പെഷ്യാലിറ്റികൾ നാളെ ഉണ്ടാവും. ഓരോ സൂര്യോദയം ഓരോ പുനർജന്മങ്ങളാണ്. അതുകൊണ്ട് നാളത്തെ കണ്ണു തുറന്ന് കാണുമ്പോൾ നാളത്തെ ദിവസം എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നിമിഷം കൂടി അടുത്ത നിമിഷം എന്താവുമെന്നും കൂടി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ നിമിഷം അടിച്ചു പൊടിച്ച് ജീവിച്ചോളൂ. അതുപോലെ തന്നെ ഈ ചൂടിന് നല്ലൊരു ശമനം എല്ലാവർക്കും കിട്ടട്ടെ. അവിടെ പെയ്ത മഴയൊന്നും ഇവിടെ പെയ്യണ്ട. ഇവിടെ അറ്റ്ലീസ്റ്റ് തണുക്കാനുള്ള മഴയെങ്കിലും പെയ്തിട്ട് പ്രാർത്ഥിച്ച് ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് മനുഷ്യന്മാർ മാത്രമല്ല പക്ഷി മൃഗങ്ങളും കൂടി സന്തോഷിക്കട്ടെ. പാവം എല്ലാവരും ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വല്ല അങ്ങനത്തെ മഴയൊന്നും വരാണ്ടിരിക്കട്ടെ. സാധാരണ ഒരു മഴയൊക്കെ വരും. ഭൂമി തണുക്കാനുള്ള ഒരു മഴയൊക്കെ വന്ന് മനുഷ്യരൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. നല്ല രീതിയിൽ ആഹാരം കഴിക്കട്ടെ. യഥാർത്ഥമായിട്ട് ആരോഗ്യമൊക്കെ പകുതി ആൾക്കാരെ നശിച്ചു പോർക്കുകയാണ്. അപ്പോൾ ആഹാരമൊക്കെ സിമ്പിൾ കറിയാണ്. അപ്പോൾ ആരോഗ്യമൊക്കെ പകുതി ആൾക്കാരെ നശിച്ചു പോർക്കുകയാണ്. നിങ്ങൾ എന്തെന്നെ കഴിച്ചാലും, എന്ത് വിറ്റാമിൻ കഴിച്ചാലും, എത്ര ഇത് കഴിച്ചാലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ
ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ വേർതൊലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയും സ്വെറ്റായി പോകണം അത്ര നല്ലതല്ല. അപ്പോൾ എല്ലാം കൊണ്ടും മനുഷ്യൻ ശരിക്കും ഭക്ഷണവും കഴിക്കാണ്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് നടക്കണം. അത്രയും ഒരു ചൂടിൻ്റെ ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവർക്കും ആരോഗ്യം വരട്ടെ. നന്നായി വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ആരോഗ്യം നന്നായിട്ട് നോക്കണം. എസ്പെഷ്യലി ഞങ്ങളുടെ യൂട്യൂബിലുള്ള ഞങ്ങളുടെ സ്വന്തം കുടുംബം ആരോഗ്യം നോക്കിയേ പറ്റുമല്ലോ. നിങ്ങൾ അല്ല ലോകമെമ്പാടുള്ളവർ ആയിക്കോട്ടെ, പക്ഷെ ആദ്യം അവനവൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക്. മനസ്സിലായില്ലേ? നമ്മുടെ കുടുംബം യൂട്യൂബ് കുടുംബം അത് വേണ്ടേ? അവർക്ക് ആരോഗ്യം വേണ്ടേ? ശരിയാണമ്മ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ലോക സമസ്ത സുഖിനോ ഭവന്ത പറഞ്ഞ നാരായണ ഗുരുസ്വാമി എന്നല്ലല്ലോ, സാധാരണ മനുഷ്യനല്ലേ. അപ്പോൾ എനിക്ക് ആദ്യം പറയണത് എന്താ പറയുക, ഞാനിപ്പോൾ ആദ്യം എന്താ പറയുക, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും നന്നായിരിക്കട്ടെ ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്കൊരു കുടുംബമല്ലേ യൂട്യൂബ് കുടുംബം എന്ന് പറഞ്ഞാൽ. എൻ്റെ യൂട്യൂബ് കുടുംബമൊക്കെ ആരോഗ്യമായിട്ടുണ്ടെങ്കിലല്ലേ നമ്മളെ കാണുള്ളൂ, എന്നാലും നമുക്കൊരു മെസ്സേജ് ഇടുള്ളൂ. അപ്പോൾ അവർക്ക് ആരോഗ്യമാണെന്ന് ആദ്യം പ്രാർത്ഥിക്കണ്ടേ? അവർ നമുക്ക് ആരോഗ്യമാണെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇപ്പോൾ ലോകത്തിന് മുഴുവൻ ചിന്തിക്കാനുള്ള ഈ ചെറുബുദ്ധിയിലില്ല. അപ്പോൾ തൽക്കാലം അതിലുള്ളവർ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ തൽക്കാലം അതിൻ്റെ ഉള്ളിലുള്ളവർ ചിന്തിക്കുക. ഞാൻ നിങ്ങൾ എത്ര പേരിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഒരാൾ 10 പേരോട് പറഞ്ഞ എത്ര പേരായി? ഇപ്പോൾ ഇതിലുള്ള ആൾക്കാർ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ എത്ര പേരായി? അപ്പോൾ നമ്മുടെ എത്ര പേർക്ക് പറയേണ്ടതെന്നുള്ളതല്ല വലിയ കാര്യം. ഒരാളോടെങ്കിലും നല്ല കാര്യം പറയേണ്ടതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ ഒരാൾ 10 പേരോട് പറയുമ്പോൾ മൊത്തം 11 പേരാവും. അപ്പോൾ ഞാൻ ആ 11 പേർക്ക് പറയാൻ കാരണക്കാരൻ ഞാനായി. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് അർത്ഥമുള്ളത്. അല്ല എത്ര പേരോട് പറയുന്നുള്ളത് ഒരു അർത്ഥമില്ല. ഞങ്ങൾ പറയണത് കേൾക്കാൻ ഒരു വ്യക്തി ഉണ്ടായാലും മതി. ആ വാക്കിന് അർത്ഥം ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി കേട്ടാൽ മതി, തന്നെ അത് പബ്ലിസിറ്റി ആയിക്കോളും. അല്ലാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും പുറത്ത് പോയിട്ട് മൈക്ക് വിട്ട് വെച്ച് പറയുകയൊന്നും വേണ്ട. ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എത്തേണ്ട മെസ്സേജാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ യൂട്യൂബ് കുടുംബങ്ങൾക്ക്, നമ്മുടെ യൂട്യൂബ് കുടുംബങ്ങൾക്ക്, നമ്മുടെ യൂട്യൂബ് കുടുംബങ്ങൾക്ക് സർവ്വ ഐശ്വര്യം നൽകിയതിന് ശേഷം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും പോലെ സർവർക്കും, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പുറത്ത് പാകിസ്ഥാനിലും അറബിയിലും ഇനി ലോകത്തിൽ എന്തൊക്കെ സ്ഥലമുണ്ട് യൂണിവേഴ്സിറ്റി അവിടെ ഉള്ളവർക്ക് മുഴുവനും നന്മയും സന്തോഷം ഉണ്ടാവട്ടെ. മതിയല്ലോ? ഇപ്പം ഞാൻ ജ്ഞാനിയായോ? ഇതേ ഇന്ന് ഞാൻ ഊണ് കഴിക്കാനൊന്നും വിളിക്കില്ല, മഴയൊക്കെ പെയ്തൊന്ന് തടുക്കട്ടെ. ഇതൊക്കെ കൂട്ടിയിട്ട് നിങ്ങളെ എങ്ങനെയാ ഞാൻ ഊണ് കഴിക്കാൻ വിളിക്കുക? പിന്നെ കുറച്ച് മോരാണ്, തൈരാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട ആർക്കും. പിന്നെ ഒരു ഓംലെറ്റാണ്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ഞാൻ അതങ്ങോട്ട് പറയട്ടെ, എന്നിട്ട് അമ്മ ഇതൊക്കെ ഡയലോഗ് പറഞ്ഞാൽ മതി. എന്നിട്ട് പറയണ വേണ്ട നമ്മൾ ആലോചിക്കും കേട്ടോ. ഞങ്ങളൊക്കെ എങ്ങനെ അറിയാമോ? ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ ഇവന് മുന്നിൽ നിൽക്കണതിപ്പോൾ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ അറിയോ? ഒരു കഞ്ഞിയുടെ വെള്ളം തന്നിട്ട് സ്നേഹം കൊണ്ട് വിളമ്പി തന്നിട്ട് ഒരു ചമ്മന്തി ഉണ്ടെങ്കിലും ഞങ്ങൾ കഴിച്ചോളാം. നിങ്ങൾ വിളിക്കണോ വേണ്ടത് മാത്രം തീരുമാനിച്ചാൽ മതി. അതൊക്കെ എന്താ സംതൃപ്തി തരുന്നത്? അപ്പൊ നല്ലത് മാത്രം ഒന്ന് കഴിച്ചാൽ മതി അല്ലേ? പക്ഷെ ഇത് നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ വെച്ചോളൂ. നിങ്ങൾക്ക് മുരിങ്ങക്കായൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെച്ച് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് നോക്കൂ. സിമ്പിൾ അല്ലേ? അതിന് അരയ്ക്കും വേണ്ട, ഒന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കൂടി വേണ്ടല്ലോ ഇത് വേവാ. എന്തെങ്കിലും ഒരു കറി വെക്കുക, ചടപടാന്ന് കഴിക്കുക. എന്തെങ്കിലും ഒരു അച്ചാറോ പപ്പടോ കൂട്ടിയിട്ടെങ്കിലും നമുക്ക് കഴിക്കാം. അതിൻ്റെ ചെറിയ ചാറൊക്കെ കൂട്ടി അപ്പോൾ കൊണ്ടാട്ടം മുളകോ എന്തെങ്കിലും കൂട്ടി കഴിക്കാമല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് തൈരും. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഈ അമ്മക്കുട്ടീനെ പോലെ തന്നെ നിങ്ങളും അവിടെ വേർത്ത് കുടിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതെ. അപ്പോൾ അതാണ്. അപ്പം നിങ്ങളെ ഞാൻ മഴയൊക്കെ പെയ്ത് ഒരു തണുപ്പൊക്കെ വന്നിട്ട് നിങ്ങളെ ഞാൻ വരൂട്ടോ വിളിക്കാട്ടോ. അന്നൊക്കെ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസം ഞാൻ വിളിക്കുന്നേ ഇല്ല. ഇനി മഴയൊക്കെ പെയ്ത് തണുത്തിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ. പക്ഷെ ഇത് ഉണ്ടായിക്കോളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ചൂടത്ത് ഇങ്ങനെ സിമ്പിൾ ഫുഡുകളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് ഒഴിവായി പോയിട്ട് എന്താ ചില 2 വായ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവർക്കും കൊടുത്തിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കൂ അല്ലേ? അപ്പൊ എല്ലാവർക്കും ബൈ. ഒരിക്കൽ കൂടി